ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വണ്ടർ വേൾഡിന്റെ മനോഹരമായ പുതിയൊരു പ്രഭാതത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു ബിസിനസ്സുകാരന്റെ ജീവിതത്തിൽ എന്നല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംസാരത്തിനുള്ള പ്രാധാന്യവും അതിന്റെ പ്രസക്തിയും പറഞ്ഞറിയിക്കേണ്ടതില്ലാത്ത വിധം നമുക്കൊക്കെ ബോധ്യമാണ്. അത് നമ്മുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതിനേക്കാൾ ചില സമയങ്ങളിൽ വളരെ കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ട് ചില ആളുകൾ മറ്റുള്ളവരുടെ മനസ്സുകൾ ഉണ്ടാക്കുന്ന വാക്കുകൾ കൊണ്ടുണ്ടാക്കുന്ന സ്വാധീനത്തിന്റെ ആഴം നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഇത്തരം ഒരു ആഴത്തിൽ നിന്നാണ്, ബോധ്യത്തിൽ നിന്നാണ് നമുക്ക് പലപ്പോഴും നമുക്കും ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു എന്ന ചിന്ത വരാറ്. എല്ലാ മനുഷ്യന്റെയും മനസ്സിൽ ചിലരുടെ ക്ലാരിറ്റിയുള്ള, വൃത്തിയുള്ള, മനോഹരമായ മനസ്സുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ആരുടെ മനസ്സിലും തോന്നാറുണ്ട്, എനിക്കും അങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. മലയാളികളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച സംസാരത്തിനുടമ, സെലക്ട് ചെയ്യപ്പെട്ട ചില ആളുകൾ ഏറ്റവും പ്രധാനമായി നിന്ന ഒരു വ്യക്തി മുതുകാടാണ് എന്ന് ഒരു സർവേ ഞാൻ കണ്ടിരുന്നു. അതിന്റെ കാരണം വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് വളരെ പ്ലസന്റ് ആയി, വളരെ വൃത്തിയുള്ള അക്ഷരസ്ഫുടതയോടുകൂടി മനോഹരമായി ആ ഓഡിയൻസിനെ അദ്ദേഹം മനസ്സിലേക്ക് ആകർഷിക്കുന്നു എന്നതാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഒരു ബിസിനസ് ഏറ്റെടുത്തു. ആ ബിസിനസ് മറ്റുള്ളവർ ഏറ്റെടുക്കുക എന്നതിന്റെ മാനദണ്ഡത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ അവരോട് കുറഞ്ഞ സമയങ്ങൾ കൊണ്ട്, കുറഞ്ഞ വാക്കുകൾ കൊണ്ട് എത്ര മനോഹരമായി അവരുടെ മനസ്സുകളിൽ സ്വാധീനം സൃഷ്ടിക്കുവാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ അത് പ്രസന്റ് ചെയ്യുന്നു എന്നതിന്റെ മാനദണ്ഡമാണ്. നമ്മൾ എത്ര തന്നെ ഈ മേഖലയിൽ എക്സ്പേർട്ട് ആണ് എന്നത് ഒരിക്കലും അതിന്റെ മാനദണ്ഡമല്ല. ആ എക്സ്പേർട്ടൈസ് അവർ വിലയിരുത്തുന്നത് നമ്മുടെ പ്രസന്റേഷൻ നിന്നാണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ എത്ര ബിസിനസ് അച്ചീവ്മെന്റ് നേടി എന്നുള്ളത് മാനദണ്ഡമല്ല. ആ നേട്ടം അവരുടെ മനസ്സിൽ ബോധ്യപ്പെടുന്നത് നമ്മളുടെ കുറഞ്ഞ സമയങ്ങളിലെ വാക്കുകൾ കൊണ്ട് അവരെ നമുക്ക് എങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്നു എന്നതിന്റെ മാനദണ്ഡത്തിലാണ്. നിങ്ങൾ ലോകത്തെ അറിയപ്പെട്ട ബിസിനസ്സുകാരെ ലിസ്റ്റ് ചെയ്ത് നോക്കുക. ആ ലിസ്റ്റിൽ ആളുകളുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയ ബിസിനസ്സുകാരും ആളുകളുടെ മനസ്സിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്ത ബിസിനസ്സുകാരുമുണ്ട്. ആ ബിസിനസ്സുകാരെ നമ്മൾ രണ്ടു കാറ്റഗറീസ് ആയി തിരിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം, ഒരു വിഭാഗം ആളുകൾ അവരുടെ ബിസിനസ് ഐഡിയാസ്, അവരുടെ സ്ട്രാറ്റജികൾ, അവരുടെ HR പോളിസികൾ ഇതൊക്കെ പബ്ലിക് മീഡിയാസിലൂടെ മറ്റുള്ളവരുമായി സംവദിക്കുന്നവരാണ് എന്നതാണ്. രണ്ടാമത്തെ ഒരു വിഭാഗത്തിൽ നിന്ന് അവർക്കുള്ള വ്യതിരിക്തതയിലെ സർവപ്രധാനമായ കാര്യം. ഇതുതന്നെയാണ് ഒരു ബിസിനസ് ഓണർ, നമ്മളൊക്കെ ഏറ്റെടുത്ത ബിസിനസ് ജസ്റ്റ് ഒരു പ്രൊമോട്ടർ, അതല്ലെങ്കിൽ അതിലെ ഒരു നെറ്റ്വർക്കർ, അതല്ലെങ്കിൽ അതിലെ ഒരു എംപ്ലോയി എന്നതിനൊക്കെ അപ്പുറം നമ്മളൊരു ബിസിനസ് ഓൺ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇതിന്റെ റഫറൽ പാർട്ണറാണ്. ഇത്തരം ഒരു റഫറൽ പാർട്ണർ പ്രൊജക്ട് ഏറ്റെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പാക്ട് നമ്മുടെ പ്രസന്റേഷന്റെ ക്വാളിറ്റിയും ആ പ്രസന്റേഷന്റെ കണ്ടന്റുമാണ്. പ്രസന്റേഷന്റെ ക്വാളിറ്റിയെ കുറിച്ച് കുറച്ച് മുൻപ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ആ പ്രസന്റേഷന്റെ വോയിസ് മോഡുലേഷൻ എങ്ങനെയായിരിക്കണം? അവരെ ഹൃദയത്തിലേക്ക് സ്വാധീനിക്കുവാൻ കഴിയുന്ന രീതിയിൽ എങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നേരത്തെ നമ്മൾ ഒരു മാസം മുൻപ് പ്രസന്റേഷനുമായി ബന്ധപ്പെട്ട കണ്ടിന്യൂസ് സെഷനിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടു തലമാണ്. ഒന്നാമത്തേത്, ഒരു പ്രൊമോട്ടറിനോട് സാൻവോ സിറ്റിയുടെ പ്രോജക്റ്റ് അവതരിപ്പിക്കുമ്പോൾ നിർബന്ധമായും നമ്മൾ ടച്ച് ചെയ്യേണ്ട 10 പോയിന്റ്സുകൾ എന്താണ്? ഒരു കസ്റ്റമറോട് നമ്മൾ സംസാരിക്കുമ്പോൾ നിർബന്ധമായും ടച്ച് ചെയ്യേണ്ട 8 പോയിന്റ്സുകൾ എന്താണ്? ഇത് രണ്ടും ഇന്ന് പറഞ്ഞു തീരുമോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞു തുടങ്ങുന്നു. ഒരു കസ്റ്റമറോട് സംസാരിക്കേണ്ട 8 പോയിന്റ്സും ഒരു പ്രൊമോട്ടറോട് സംസാരിക്കേണ്ട 10 പോയിന്റ്സും. പലരും പ്രസന്റേഷൻ നടത്തും. പ്രസന്റേഷൻ നടത്തി തിരിച്ചു പോരുന്ന സമയത്ത് റിവ്യൂ നടത്തും. ചിലപ്പോൾ സ്വന്തം ആലേക്കും, കൂടെയുള്ളവരോട് ആലേക്കും. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തോട് പറയേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നില്ല അദ്ദേഹത്തോട് പറയേണ്ടിയിരുന്നത്. ഈ കാര്യം കൂടി പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ സംസാരത്തിനിടയിൽ കൈവിട്ടുപോയി. ചിലർക്ക് എവിടെ തുടങ്ങണമെന്നറിയില്ല, എവിടെ വൈൻഡപ്പ് ചെയ്യണമെന്നറിയില്ല, എങ്ങനെയൊക്കെയാണ് അവരുടെ ചോദ്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നറിയില്ല.
നമ്മുടെ പ്രോസ്പെക്ട് ഒരുപക്ഷെ നമ്മുടെ സംസാരം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സംസാരത്തിൽ ഇടപെട്ടേക്കാം. അവരോട് ഞാൻ ആദ്യം ഒന്ന് ഷോർട്ടായിട്ട് പ്രസന്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ഡിസ്കഷൻ ആവാം എന്ന് പലർക്കും പറയാൻ കഴിയാറില്ല. പല രീതിയിൽ പ്രസന്റേഷൻ തുടങ്ങി അവരുടെ ഇടപെടലും നടന്ന് കേൾക്കാലോ, ഒന്നും കേൾക്കാലോ. ഓഡിയബിൾ ആണല്ലോ മാഡം? സാറേ സ്ട്രക്കായിരുന്നു, ഇപ്പൊ വീണ്ടും ഓഡിയബിൾ ആയി. ഓക്കെ. അവരുടെ പ്രസന്റേഷനും ഡിസ്കഷനും കഴിഞ്ഞ് പറയേണ്ട പല കാര്യങ്ങളും, ഒരു മിനിറ്റ്, അവിടെ എന്തോ പവർ സപ്ലൈയുടെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഓഡിയബിൾ അല്ലേ മാഡം? യെസ് സർ, കണ്ടിന്യൂ. ഓക്കെ. പ്രസന്റേഷൻ നടത്തി അല്പം കഴിഞ്ഞ് ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് അവരുടെ ഇടയിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുമ്പോൾ പലപ്പോഴും എന്തൊക്കെ സംസാരിക്കേണ്ടത് എന്ന ക്ലാരിറ്റി നഷ്ടപ്പെടുന്നു. കാരണം നമ്മുടെ പ്ലാൻ പലപ്പോഴും തെറ്റിപ്പോകുന്നു എന്നതാണ്. എങ്ങനെയാണ് നമുക്കിതിന് സൊല്യൂഷൻ കൊടുക്കാൻ കഴിയുക? നമ്മുടെ പ്രസന്റേഷൻ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് തീർക്കുക എന്നതാണ് ഒന്നാമത്തെ സൊല്യൂഷൻ. അതിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രസന്റേഷനിൽ ഉൾപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ആ ഓഡിയൻസിന്റെ മുൻപിൽ, മിനിയാന്ന് ഒരാളോട് ഞാൻ പ്ലാൻ പറഞ്ഞപ്പോൾ ഇതിന്റെ പ്രൊജക്റ്റുകളും ഡീറ്റെയിൽസുകളും ഒക്കെ പറഞ്ഞപ്പോൾ ഫസ്റ്റ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏതായാലും നിങ്ങൾ പറയും, മനസ്സിലെന്നല്ല അദ്ദേഹം തുറന്നു പറഞ്ഞു, ഞാനിപ്പോ ഒന്നും ഏറ്റെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല, ഏതായാലും നിങ്ങൾ പറ, നിങ്ങൾ വന്നതല്ലേ എന്ന മനോഭാവമായിരുന്നു. പക്ഷെ സംസാരത്തിനിടയിൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ ഹുക്ക് ചെയ്യാവുന്ന ചില പോയിന്റ്സുകൾ അതിനിടയിൽ നമ്മുടെ പ്രസന്റേഷനിടയിൽ ആഡ് ചെയ്തു. ആ ആഡ് ചെയ്ത ഭാഗത്തിൽ നമ്മൾ അതിനോടൊപ്പം ചില കാര്യങ്ങൾ കൂടി അവസാനം സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ അദ്ദേഹത്തെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചത്, ആ കണക്ട് ചെയ്യാൻ ശ്രമിച്ച് പ്രസന്റേഷൻ നടത്തി വൈൻഡപ്പ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വാഭാവികമായും ഹുക്കായിട്ടുണ്ട് എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തു പറഞ്ഞു. ആ റിപ്പീറ്റ് ചെയ്തുള്ള പറച്ചിലാണ് ക്ലോസിങ്ങിന്റെ സാധ്യത എന്നുള്ളത്. ഇനി എന്തൊക്കെയാണ് നമ്മൾ ഒരു ഒരു പ്രൊമോട്ടറോട് സംസാരിക്കുമ്പോൾ പറയേണ്ട 10 പോയിന്റ്സുകൾ? നിങ്ങളത് നോട്ട് ചെയ്തു വെക്കുക. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് ആഡ് ഓൺ ഇൻകം പ്രൊജക്റ്റ് ഞാൻ ഏറ്റെടുത്തു എന്നതാണ്
നിങ്ങൾ എന്തുകൊണ്ട് ഏറ്റെടുക്കണം എന്നതിനേക്കാൾ നമ്മൾ പ്രയോറിറ്റി നൽകേണ്ടത്. ഐ റിപ്പീറ്റ്, ഞാൻ എന്തുകൊണ്ട് ഒരു ആഡ് ഓൺ ഇൻകം ഏറ്റെടുത്തു എന്ന് പറയലാണ് നിങ്ങൾ എന്തുകൊണ്ട് ഏറ്റെടുക്കണം എന്ന് പറയുന്നതിനേക്കാൾ ഭംഗി. കാരണം നിങ്ങൾ എന്തുകൊണ്ട് ഏറ്റെടുക്കണം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കോംപ്ലക്സിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് മതിയായ സമ്പത്തില്ല എന്ന് നിനക്കെങ്ങനെ ബോധ്യപ്പെട്ടു? നമ്മുടെ പേഴ്സണൽ കോണ്ടാക്റ്റിലുള്ളവരും ഒരാളുടെ റെഫറലിൽ നമ്മൾ പോയവരും ഒക്കെ നമ്മൾ ഉണ്ടായേക്കാം. ഞാൻ ഇത്തരം ഒരു പ്രോജക്റ്റ് ആയിട്ട് ഞാനൊരു ജീവനക്കാരനാണ്, ഇന്ന ജോലി ചെയ്യുന്നയാളാണ്, അല്ലെങ്കിൽ ഇന്ന ബിസിനസ് ചെയ്യുന്നയാളാണ്, ഞാൻ അതിന്റെ കൂടെ ഇത്തരം ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തത് മനസ്സിൽ അവരുടെ ജീവിതത്തിൽ നിർബന്ധമാണ് എന്ന് നമ്മൾ വാക്കുകൾ കൊണ്ട് പറയാതെ, ഓ അപ്പൊ ഇത് എനിക്ക് ആവശ്യമുള്ളതാണ്, എനിക്കും ഇതുപോലെ സാധ്യമായതാണ് എന്ന ഒരു ബോധ്യം അവരുടെ ഉള്ളിൽ ഉണ്ടാവാൻ അതൊരവസരമാണ്. കാരണം പലപ്പോഴും നമ്മളൊരു പ്ലാൻ പോയി അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഫുൾ ടൈം ഇതിൽ എൻഗേജ് ചെയ്യുന്നവരല്ല, നിങ്ങൾക്കത് കഴിയും, ഞാൻ വേറെ ജോലിയുള്ള ആളാണ് എന്ന് പറയുന്നവർ, അവർക്ക് പിന്നീട് പറയാനുള്ള ഒന്നാമത്തെ ഒബ്ജക്ഷൻസിന്റെ ഫസ്റ്റ് ക്ലോസിംഗ് കമന്റ് ആണ് നമ്മുടെ സ്റ്റാർട്ടിങ്. പലരും പ്രസന്റേഷൻ നടത്തി അതിന്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ടോ റിജക്ഷൻ ആയിട്ടോ പറയുന്ന ഒബ്ജക്ഷൻ കമന്റുകൾ, ആ കമന്റുകൾ ഇല്ലാതാക്കുക എന്നത് നമ്മുടെ പ്രസന്റേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഐ റിപ്പീറ്റ്, നമ്മുടെ പ്രസന്റേഷൻ അവരുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളാണ് നമ്മൾ വാചാലമാകുന്നത് എങ്കിൽ അവരുടെ മനസ്സുകളിലെ ഒബ്ജക്ഷനുകളായി തന്നെ നിൽക്കും. നേരെ മറിച്ച് നമ്മുടെ പ്രസന്റേഷൻ അകത്ത് അവരുടെ ഒബ്ജക്ഷനുകൾക്ക് നമുക്ക് മറുപടി പറയാൻ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ഒബ്ജക്ഷനുകളൊന്നും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. ക്ലിയർ ആണല്ലോ? ഒന്നാമത്തെ കാര്യം, നമ്മുടെ ആഡ് ഓൺ ഇൻകത്തിന്റെ റിക്വയർമെന്റ് ഞാൻ എന്തുകൊണ്ട് ഏറ്റെടുത്തു എന്നും നിങ്ങൾക്ക് എന്തുകൊണ്ട് ഏറ്റെടുക്കാം എന്നതുമാണ് നമ്മുടെ ഒന്നാമത്തെ സംസാരം ഉണ്ടാവേണ്ടത്. ഈ 10 പോയിന്റ്സുകൾ പറയുമ്പോഴും നമ്മൾ പറയുന്ന വ്യക്തികളിലും നമ്മളുമായുള്ള ബന്ധം, അവരുടെ റേഷ്യോ, അവരുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ അവിടെ മാനദണ്ഡമാണ്. വ്യക്തികൾക്കനുസരിച്ച് നമ്മൾ സ്വാഭാവികമായും ചില മാറ്റങ്ങളോ ചില ആഡ് ഓണുകളോ ചില ക്ലാരിറ്റികളോ ഒക്കെ വേണ്ടി വരും. ചില ആളുകളോട് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിലിംഗ് ആവശ്യമായി വരും. ചിലർക്ക് 1-2 സൂചന വാക്യങ്ങൾ മാത്രം മതിയാകും. അത് ആ വ്യക്തികൾക്കനുസരിച്ചാണ്, പ്രോസ്പെക്റ്റുകൾക്കനുസരിച്ച് തീർച്ചയായും മാറണം. ഒരിക്കലും ഇന്ന വിഭാഗം ആളുകൾക്ക് ഇങ്ങനെ എന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് പറയാൻ കഴിയില്ല. കാരണം ആ വ്യക്തി തന്നെ, ഇപ്പോ ഫോർ എക്സാമ്പിൾ ടീച്ചേഴ്സിനോടാണ് സംസാരിക്കുന്നത്. നമ്മൾ മീറ്റ് ചെയ്യുന്ന ഓരോ ടീച്ചേഴ്സും ഓരോ ആംഗിളിലായിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ചില ടീച്ചേഴ്സ് എന്റെ ഈ ടീച്ചിങ് അല്ലാത്ത ഒരു ലോകവും എന്റെ ജീവിതത്തിൽ സാധ്യമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരുണ്ടാവും. മറ്റു ചില ടീച്ചേഴ്സ് ടീച്ചിങ് അങ്ങനെ അതിന്റെ വഴിക്ക് നടന്നോളും, എനിക്ക് വേറെ എന്തെങ്കിലും ഒരു ഇൻകം സോഴ്സ് വേണമല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകളായിരിക്കും. വേറെ ചില ആളുകൾ വേറെ ഒരുപാട് പ്രോജക്റ്റുകൾ ഏറ്റെടുത്തവരോ പല ആഡ് ഓൺ സർവീസുകൾ ഉള്ളവരോ ഒക്കെ ആയിരിക്കാം. ആളുകൾക്കനുസരിച്ച് തീർച്ചയായും നമ്മുടെ പ്രസന്റേഷന്റെ റേഞ്ച് മാറ്റണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ റൂട്ട് മാറ്റേണ്ടതില്ല. ഈ 10 പോയിന്റ്സുകൾ നമുക്ക് എല്ലാവരോടും, എല്ലാ പ്രൊമോട്ടേഴ്സിനോടും സംസാരിക്കാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം ആഡ് ഓൺ ഇൻകം ആണ്. രണ്ടാമത്തെ കാര്യം ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. ഈ പ്രൊഡക്റ്റിൽ നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് മെത്തേഡിലൂടെയാണ് നമ്മൾ ഇത് ഡെലിവറി ചെയ്യുന്നത്. അവിടെ നമുക്ക് 2-3 പോയിന്റ്സുകൾ ഹൈലൈറ്റ് ചെയ്യാം. എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ്? ഏറ്റവും സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നേരിട്ട് കസ്റ്റമറിലേക്ക്, അതിന്റെ ഇടയിലുള്ള ഇടയാളന്മാരെയും മീഡിയേറ്റേഴ്സിനെയും പ്രൊമോട്ടേഴ്സിനെയും ബ്രാൻഡിങ് അംബാസഡേഴ്സിനെയും ഒക്കെ മാറ്റി നിർത്തി പ്രൈസ് ഏറ്റവും കുറച്ച് കസ്റ്റമേഴ്സിലേക്ക് നേരിട്ട് നൽകുന്ന സംവിധാനമാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ക്ലിയർ ആണല്ലോ? അതല്ലാണ്ട് ആളെ ചേർക്കുന്ന സിസ്റ്റത്തിനല്ല ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയാം. നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് മീഡിയേറ്റേഴ്സും ബ്രാൻഡ് അംബാസഡേഴ്സും ഇല്ലാതെ കസ്റ്റമേഴ്സിലേക്ക് നേരിട്ട് ജെന്യൂൻ പ്രൈസിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഡയറക്റ്റ് സെല്ലിംഗ്. 2025 നമ്മുടെ ഗവൺമെന്റ് അടക്കം അതിന് പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് അത് ഏറ്റവും ലീഗലി ആൻഡ് കസ്റ്റമർ അഫോർഡബിൾ ആയി മാറ്റിയ പ്രൊജക്റ്റ് ആണ് ഇന്നത്തെ കാലത്ത് ഡയറക്റ്റ് സെല്ലിംഗ്. അതിന്റെ കാരണം ലോകത്തിന്റെ വരുമാനത്തിന്റെ മുഖ്യമായ സോഴ്സ് ഡയറക്റ്റ് സെല്ലിങ്ങിലാണ് എന്ന് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും എസ്പെഷ്യലി നമ്മുടെ ഗവൺമെന്റും ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇത്തരം ഒരു പ്രോജക്റ്റ് ഞാൻ ഏറ്റെടുത്തത് എന്ന് പറയുമ്പോൾ, എല്ലാം കഴിഞ്ഞ് പ്രസന്റേഷൻ കഴിഞ്ഞ് ഇത് ആളെ ചേർക്കുന്ന പരിപാടിയല്ല എന്ന കമന്റുകൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ബാക്കിയുണ്ട് എങ്കിലും അതൊരിക്കലും അവർ റിജക്ഷൻ ആയിട്ട് അവതരിപ്പിക്കില്ല.
അതാണ് രണ്ടാമത്തെ കാര്യം. ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ ഓപ്പർച്യൂണിറ്റി എന്താണ് എന്നതാണ് നമ്മൾ അവരോട് പറയേണ്ട രണ്ടാമത്തെ ഭാഗം. ഒന്നാമത്തേത് ആഡ് ഓൺ ഇൻകത്തിന്റെ റിക്വയർമെന്റ്, സെക്കൻഡ് വൺ ഡയറക്റ്റ് സെല്ലിംഗ്. മൂന്നാമത്തെ ഭാഗം ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പ്രധാനമായി 4 മേഖലയാണ്. ഒന്നാമത്തേത് ഫണ്ടിങ് പ്രോജക്റ്റുകൾ ചെയ്യുന്ന ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളുണ്ട്. രണ്ടാമത്തേത് ക്രിപ്റ്റോ ബേസ്ഡ് പ്രോജക്റ്റുകൾ ചെയ്യുന്ന ഡയറക്റ്റ് സെല്ലിംഗ്. ഇതൊന്നും അവരോട് വിശദീകരിക്കേണ്ടതല്ല. പക്ഷെ നമ്മൾ പോകുന്നയാൾ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലുള്ളയാളോ വേറെ ഏതെങ്കിലും പ്രോജക്റ്റ് ചെയ്യുന്നയാളോ ഒക്കെയാണ് എങ്കിൽ നമുക്ക് നമ്മുടെ റിക്വയർമെന്റ്, നമ്മുടെ ഹൈലൈറ്റ്സ് നമുക്ക് അവിടെ അവതരിപ്പിക്കണം. അവിടെ നമുക്ക് ഈ 4 പോയിന്റ്സുകൾ പറയാം. 4 രീതിയിലാണ് ആളുകൾ ഡയറക്റ്റ് സെല്ലിങ്ങിനെ ഏറ്റെടുത്തിട്ടുള്ളത്. ഒന്നാമത്തേത് ഫണ്ടിങ് ഓപ്ഷൻ ആണ്, രണ്ടാമത്തെ ക്രിപ്റ്റോ ഓപ്ഷൻ ആണ്. ഇത് രണ്ടും ജെന്യൂൻ ആണോ എന്ന് നമുക്ക് അറിയാൻ ഏറെ പ്രയാസപ്പെടും. പലപ്പോഴും നമ്മുടെ ഫണ്ട് നഷ്ടപ്പെടാനുള്ള സാഹചര്യം അവിടെ കൂടുതലാണ്. ഈ 2 സെന്റൻസ് അതിനെക്കുറിച്ച് പറഞ്ഞാൽ ആ ഭാഗം അവിടെ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് ഇതൊരിക്കലും ഒരു ഫണ്ടിങ്ങോ ടോക്കൺ കോയിൻ സെയിലിങ്ങോ ഒന്നുമല്ല നമ്മുടെ പ്രോജക്റ്റ്. മൂന്നാമത്തെ ഡയറക്റ്റ് സെല്ലിംഗ് ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റെടുത്തിട്ടുള്ളത് പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആണ്. ഇത് നമ്മൾ പറയുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക. നമ്മുടെ മുൻപിലുള്ള നെറ്റ്വർക്കർ, പ്രൊമോട്ടർ, ഒരുപക്ഷെ ഏതെങ്കിലും പ്രൊജക്ട് ഏറ്റെടുത്തവനോ മുൻപ് ഏറ്റെടുത്തവരോ ഒക്കെ ആയിരിക്കും. അവരെ വേദനിപ്പിക്കാതെ എന്നാൽ എന്താണ് ഇന്നത്തെ കാലത്തെ സത്യാവസ്ഥ എന്ന് ബോധ്യപ്പെടുത്തുക. അവരോട് പറയേണ്ടത് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ എക്സസ് പ്രോഡക്റ്റുകളുള്ള പല പ്രോഡക്റ്റുകളുമാണ് പല ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് ക്രൈസിസ് ആവാനും അവരുടെ ബിസിനസ് ക്രൈസിസ് ആവാനുമുള്ള പ്രധാനപ്പെട്ട കാരണം കോമ്പറ്റേറ്റീവായ പ്രൊഡക്റ്റുകളാണ് ഒട്ടുമിക്ക ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളും പ്രൊമോട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? പക്ഷെ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് യുണീക്കായ സർവീസ് പ്രോഡക്റ്റുകളാണ്, ഒരിക്കലും ഫിസിക്കൽ പ്രോഡക്റ്റുകളല്ല. അതാണ് പ്രൊമോട്ടേഴ്സിനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യാൻ നമുക്ക് വേണ്ടത്. യുണീക്കായ സർവീസ് പ്രോഡക്റ്റുകളാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. എന്താ യുണീക്നെസ്? ഇത് മറ്റാരും മാർക്കറ്റിൽ വിൽക്കാത്തതാണ്, മറ്റൊരാൾക്കും ഈ പ്രൈസിന് നൽകാൻ കഴിയാത്തതാണ്. അതോടൊപ്പം ഡയറക്റ്റ് സെല്ലിങ്ങിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസ്, നമ്മൾ ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തു കൺഫേം ആയെങ്കിൽ നമ്മളത് കൊണ്ടുപോയി കൊടുക്കണം, അല്ലെങ്കിൽ ലോജിസ്റ്റിക് സംവിധാനം ഉണ്ടാവണം, ഡെലിവറി സംവിധാനം ഉണ്ടാവണം. അതൊന്നുമില്ല. പുതിയ കാലത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് ആളുകളെ കൺവിൻസ് ചെയ്യാനും ബോധ്യപ്പെടുത്താനും അവർക്കു തന്നെ അവരുടെ ഫിസിക്കലി അവരുടെ സ്പേസിൽ വെച്ച് വെർച്വൽ വേൾഡിൽ വെച്ച് പർച്ചേസ് ചെയ്യാനും കഴിയും. ഒരിക്കലും നിങ്ങൾ കസ്റ്റമറെ ഓഫ്ലൈനായി മീറ്റ് ചെയ്യേണ്ടതില്ല. അദ്ദേഹത്തിന് പ്രൊഡക്റ്റ് കൊണ്ടുപോയി കൊടുക്കേണ്ടതില്ല. പ്രൊഡക്റ്റ് എത്തിക്കുവാനുള്ള വേറെ തേർഡ് പാർട്ടി സംവിധാനങ്ങൾ കൊളാബറേറ്റ് ചെയ്യേണ്ടതില്ല. ഇതൊക്കെയാണ് നിലവിൽ പല ഡയറക്റ്റ് സെല്ലിംഗ് ഫേമുകളും അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസിസ്. മറ്റു ചിലർ അനുഭവിക്കുന്ന ക്രൈസിസ് മാർക്കറ്റിലെ കോമ്പറ്റേറ്റീവ് പ്രൊഡക്റ്റുകളാണ്. ഏതെങ്കിലും ഒരു കമ്പനി സ്ലിം ഫിറ്റ് ഇറക്കിയാൽ അടുത്ത കമ്പനി സ്ലിം ഫിറ്റ് തന്നെ പ്രൊഡക്റ്റ് ഒന്ന് സെയിം എഫക്റ്റ്, പൊടിയുടെ കളറിൽ ചില മാറ്റം ഉണ്ടാവും, പക്ഷെ പേരിലും ചില ആൽഫബറ്റിൽ മാറ്റം ഉണ്ടാവും. എല്ലാവരും വിൽക്കുന്നത് ഒരേ പ്രോഡക്റ്റുകളാണ്. എന്നാൽ ഞങ്ങളുടേത് വളരെ ഡിഫറെന്റ് ആണ്. അതാണ് നമ്മളുടെ 4ാമത്തെ പോയിന്റ്. എന്താണ് അപ്പൊ ഇത് പറയുമ്പോൾ അവിടെ ഒരു എക്സൈറ്റ്മെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഞങ്ങൾ എന്തല്ല യുണീക്കായ പ്രോജക്റ്റാണ് ഞങ്ങൾ ചെയ്യുന്നത്, പ്രൊഡക്റ്റ് അല്ല ഞങ്ങൾ ചെയ്യുന്നത്, ക്രിപ്റ്റോ അല്ല ചെയ്യുന്നത്, ഫണ്ടിങ് അല്ല ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ ചെയ്യുന്നത് 100% ആളുകൾക്കും റിക്വയർമെന്റ് ഉള്ള എഡ്യൂക്കേഷൻ ആണ്. അത് ഏറ്റവും പ്രധാനമായി. ഇതാണ് നമ്മുടെ 4ാമത്തെ പോയിന്റ്. ഞങ്ങളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് എഡ്യൂക്കേഷൻ ആണ്. പൂർണ്ണമായ അർത്ഥത്തിൽ ഇതൊരു സർവീസ് ആണ്. നമ്മൾ ഒരാൾക്ക് ഈ സർവീസ് കൊടുക്കുമ്പോൾ, നമ്മുടെ പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ, അവിടെ ഒരു ബിസിനസ് എന്നതിനേക്കാളും അവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ നൽകുന്നത്. വിദ്യാഭ്യാസത്തിന്റെ സപ്ലൈ ആണ് നമ്മൾ അക്ഷരാർത്ഥത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്താൽ അത് ഏറ്റവും വലിയ റെപ്യൂട്ടേഷൻ ആണ്. ഏതു രീതിയിൽ? ഒരു അധ്യാപകന് സമൂഹത്തിൽ ഏറ്റവും വലിയ അംഗീകാരം ലഭിക്കുവാനുള്ള കാരണം ഒരു തലമുറയെ അവർ അറിവിലൂടെ വാർത്തെടുക്കുന്നു എന്നതാണ് എങ്കിൽ, അതുതന്നെയാണ് എഡ്യൂക്കേഷന്റെ ഡയറക്റ്റ് സെല്ലിംഗ് പ്രോജക്റ്റ് ചെയ്യുന്നതിലൂടെ ഒരു തലമുറക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുക എന്ന വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഇതിലൂടെ നിങ്ങൾക്ക് നൽകുവാൻ കഴിയുന്നത്. അതൊരു വലിയ റെപ്യൂട്ടേഷൻ ആണ്. ആളുകൾക്കുള്ള ഹെൽത്തി പ്രോഡക്റ്റുകളോ സ്ലിം ഫിറ്റ് പ്രോഡക്റ്റുകളോ ഹോം ഗ്രോസറി ഐറ്റംസുകളോ ഒക്കെ കൊടുക്കുന്നത് ഒരു ഷോപ്പ് നടത്തുന്ന, ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന അതേ റേഞ്ചിലേ അതുള്ളൂ. ഇത് അതിനപ്പുറം
ഒരു അക്കാദമിക് പ്രൊഫഷൻ ചെയ്യുന്ന ഏറ്റവും മികച്ച ഒരു സർവീസാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു സ്കൂള്, ഒരു കോച്ചിങ് സെന്റർ ഒക്കെ ചെയ്യുന്ന അതേ സർവീസാണ് നിങ്ങൾക്ക് ഇതിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ റെപ്യൂട്ടേഷൻ ആണ് നമുക്ക് ഇതിലൂടെ നിർവഹിക്കാൻ കഴിയുന്നത്. അഞ്ചാമത്തേത്, നമ്മൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് ഇതിനെ ഏറ്റവും ഇമോഷണൽ സെല്ലിംഗ് ആയി നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നതാണ്. ഐ റിപ്പീറ്റ്, ഫിഫ്ത്ത് പോയിന്റ്, ഇമോഷണൽ സെല്ലിംഗ് ആയി നമുക്ക് ഇതിനെ സെല്ല് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണ് ഇമോഷണൽ സെല്ലിങ്? ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സെല്ലിങ് ഇമോഷണൽ സെല്ലിംഗ് ആണ്. ഏറ്റവും വലിയ വോളിയം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ സെല്ലിംഗ് ആണ്. എന്താ ഇമോഷണൽ സെല്ലിങ്? തന്റെ കുട്ടിക്ക് 4ാമത്തെ ബർത്ത്ഡേ ആയി. അപ്പൊ ആ കുട്ടിക്ക് മാർക്കറ്റിൽ ഇറക്കാവുന്ന ഒരു കിഡ്സിന്റെ ഇലക്ട്രോണിക് ഷോപ്പിന്റെ പരസ്യമാണ്. നിങ്ങളുടെ കുട്ടിയുടെ ബർത്ത്ഡേക്ക്, നിങ്ങൾ ഗൾഫിലായിരിക്കട്ടെ, നിങ്ങളുടെ കുട്ടിയുടെ ബർത്ത്ഡേ അന്ന് ആ സെലിബ്രേഷൻ നടക്കുന്ന സമയത്ത് അവരറിയാതെ ഒരു എക്സൈറ്റിംഗ് ഇലക്ട്രിക് സൈക്കിൾ, ബൈക്ക് അവരുടെ സെലിബ്രേഷൻ ടൈമിൽ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തിക്കും. അതും ആ കസ്റ്റമർ മുൻകൂട്ടി അറിയാതെ. എന്റെ കൂടെ BNI ചെയ്യുന്ന ഒരാള്, അദ്ദേഹം 3 നിലയുടെ വലിയ ഔട്ട്ലെറ്റ് നടത്തുന്നുണ്ട്, കുട്ടികളുടെ ഇലക്ട്രോണിക് ഐറ്റംസുകൾ മാത്രം. ഞാൻ അദ്ദേഹത്തിന്റെ ഷോപ്പിൽ പോയിട്ട് ചോദിച്ചു, ഈ 3 നില വാടക കൊടുക്കാനുള്ള സെയിൽ നിങ്ങൾക്ക് ഇവിടെ നടക്കുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ അങ്ങനെയൊന്നും നടക്കുന്നില്ല. 3 നില ബിൽഡിംഗ് ഉണ്ട്, 5-8 സ്റ്റാഫ് ഉണ്ട്. പക്ഷെ 3 സ്റ്റാഫിനെ നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള സ്റ്റാഫുകളുടെ ഒക്കെ പണി നമ്മൾ GCC ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മുഴുവൻ ചെയ്യുന്നത്. GCCയിലുള്ള രക്ഷിതാക്കളെയാണ് നമ്മൾ ക്യാൻവാസ് ചെയ്യുന്നത്. കാരണം അവർക്ക് ഒരു 10,000 20,000 രൂപയുടെ ഒരു സൈക്കിൾ കുട്ടിയുടെ സെലിബ്രേഷൻ ഡേക്ക് ഇവിടെ എത്തിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബേർഡൻ അല്ല. അവരിലേക്ക് നമ്മൾ ക്യാമ്പയിൻ ചെയ്യുന്നു. ആ കുട്ടി അറിയാതെ സെയിം ഡേയ്സിൽ നമ്മൾ ആ ഡെലിവറി ആ കുട്ടിയുടെ അടുക്കലേക്ക് എത്തിക്കുന്നു. മിക്കവാറും അവിടെ സെലിബ്രേഷൻ നടക്കുന്ന നല്ല മൂഡ് ടൈമിലായിരിക്കും ഏറ്റവും ഭംഗിയായ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ അത് അവിടെ എത്തിക്കുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ 80% സെയിലും നടക്കുന്നത് ഈ ഡെലിവറി സിസ്റ്റത്തിലാണ്, നമ്മുടെ ഫിസിക്കൽ ഔട്ട്ലെറ്റിലല്ല. പിന്നെ എന്തിനാ എത്ര വലിയ ഔട്ട്ലെറ്റ്? അത് ഈ ടൗണിലാകുമ്പോൾ, ഒരു ചെറിയ ഔട്ട്ലെറ്റ് ആകുമ്പോൾ ആളുകൾക്ക് കയറാനുള്ള താല്പര്യം ഉണ്ടാവില്ല. അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങളുടെ സെയിലും ഈ റെന്റും ഒക്കെ കൊടുക്കുന്നത് ഞങ്ങളുടെ ഡിജിറ്റൽ ബിസിനസ്സിലൂടെയാണ്. അവിടെ കൃത്യമായി നടക്കുന്നത് ഇമോഷണൽ സെല്ലിംഗ് ആണ്. ഇമോഷണൽ സെല്ലിങ്ങിന്റെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് രക്ഷിതാക്കളുടെ മുമ്പിലേക്ക് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നത്. കാരണം എന്താ, ഇത് കസ്റ്റമർ സൈഡിൽ നമ്മൾ സംസാരിക്കേണ്ട പോയിന്റ് പെട്ട ഒന്നാണ്. വിഷയം ഇതാണ്, നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ ഒരു 5,000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്താൽ, അല്ലെങ്കിൽ 3,000 രൂപയുടെ ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുത്താൽ, ഏറ്റവും നല്ല സ്വാദിഷ്ടമായ ഒരു ഫുഡ് വാങ്ങിക്കൊടുത്താൽ, അത് ആ ഒരു സമയത്തേക്കോ 6 മാസത്തേക്കോ 1 ഇയറിനോ ഉള്ള ഇമ്പാക്റ്റ് ആണ്. നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി മാത്സ് പഠനത്തിന് 4,000+ GST നിങ്ങൾ ചെലവഴിച്ചാൽ അത് അവന്റെ ലൈഫിന്റെ റോഡ് മാപ്പിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ആണ്. ഹലോ, അവരുടെ ലൈഫിന്റെ റോഡ് മാപ്പിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ആണ്. ഇതാണ് നമ്മൾക്ക് ഈസി ആയിട്ട് ഈ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനുള്ള അവസരം. നിങ്ങൾ ഇന്ന പ്രോഡക്റ്റ് ആണ് വിൽക്കുന്നത് എന്ന് പോയി അവതരിപ്പിക്കുമ്പോൾ ആ പ്രോഡക്റ്റ് എന്തിന് നിങ്ങളുടെ അടുക്കൽ നിന്നു തന്നെ വാങ്ങണം എന്ന ഒരു ചോദ്യം കസ്റ്റമറുടെ മനസ്സിലുണ്ടാകും. ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരിക്കലും അത് ഉണ്ടാവില്ല. കാരണം ഇത്തരം ഒരു പ്രോഡക്റ്റ് മറ്റൊരാളും നമ്മുടെ മാർക്കറ്റിൽ ഈ രീതിയിൽ ക്വാളിറ്റിയുള്ള ഡിഫറൻ്റ് ആയ റിസൾട്ട് ഓറിയന്റഡ് ആയ പ്രോഡക്റ്റ് വിൽക്കുന്നില്ല എന്നതാണ് നമ്മുടെ USP. അതുകൊണ്ട് തന്നെ ഇമോഷണൽ സെല്ലിംഗ് ആയിട്ട് നമുക്ക് ഇതിനെ നടത്തുവാൻ വേണ്ടി പറ്റും. ഇമോഷണൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ അപൂർവം ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് എംപതറ്റിക്കൽ സെല്ലിംഗ് ആണ്. എംപതറ്റിക്കൽ സെല്ലിങ്ങും ഇമോഷണൽ സെല്ലിങ്ങും രണ്ടാണ്. ഇമോഷണൽ സെല്ലിങ് ആ ഓഡിയൻസിന്റെ മനസ്സിലാണ് നമ്മൾ അവരുടെ ഇമോഷണൽ ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എംപതറ്റിക്കൽ സെല്ലിങ് അവർക്ക് നമ്മളോടുണ്ടാകുന്ന എമ്പതിയിലാണ് ആ സെയിൽ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാൻ പോയാൽ അവിടെ സാധുവായ ചില ആളുകൾ, ചില വൃദ്ധരായ സ്ത്രീകൾ, ചില ചേച്ചിമാര്, പ്രായം ചെന്ന ചില അച്ഛന്മാരൊക്കെ നിൽക്കും. എന്നിട്ട് നമ്മൾ എണ്ണയടിച്ച് പൈസ കൊടുക്കുന്ന ഗ്ലാസ് താത്തുന്ന സമയത്ത് അവർ 2 പപ്പടത്തിന്റെ പാക്ക് ഇങ്ങനെ നീട്ടും. കാണാറുണ്ടല്ലോ നമ്മൾ. പപ്പടം നമ്മൾ കഴിച്ചാലും ഇല്ലെങ്കിലും നമ്മളത് വാങ്ങും. കാരണം അവിടെ ഒരു എംപതറ്റിക്കൽ സെല്ലിംഗ് ആണ് നടക്കുന്നത്. അവരെ സഹായിക്കുക എന്നതാണ് അതിന്റെ ടാർഗറ്റ്. ഒരിക്കലും എന്തല്ല, ആ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുക എന്നതല്ല. അതാണ് എംപതറ്റിക്കൽ സെല്ലിംഗ്. പലരും
ഇപ്പൊ ഒരു കമ്പനിയുടെ ഗ്രൂപ്പിൽ ഞാൻ നമ്മുടെ ഡയറക്ടർ പ്രോഗ്രാമിന് പോയ സമയത്ത് അവിടുന്ന് പരിചയപ്പെട്ടു, ജോയിൻ ചെയ്തു. 1000-ഓളം ആളുകളുണ്ട് അവിടെ. അവർ നടക്കുന്നത് അത് ഇന്നലെ ഒരു വീഡിയോ ആണ്. നിങ്ങൾ അറിയുന്ന ഏതൊരു കുടുംബത്തിലും പോയിട്ട് 1500 രൂപയുടെ ഒരു കിറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കൂടെ? ഇത് നിങ്ങൾ നൽകുന്ന വലിയൊരു സഹായമായിരിക്കും എന്ന് നിങ്ങൾ അവിടെ അവതരിപ്പിച്ചാൽ ആരും അത് വാങ്ങുമെന്നാണ്. എന്ന് പറഞ്ഞാൽ 80 സെല്ലിംഗ് അവിടെ നടക്കുന്നത്. ഈ കിറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് ഞങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന വലിയ ഒരു സഹായമായിരിക്കും. നമ്മൾ ഒരിക്കലും ഒരു ചാരിറ്റി ബിസിനസ് അല്ല ചെയ്യുന്നത്. ഇത് റിയലി ഒരു റെപ്യൂട്ടഡ് ബിസിനസ് ആണ്. അവിടെ നമ്മൾ എംപതറ്റിക്കൽ സെല്ലിംഗ് അല്ല, ഇമോഷണൽ സെല്ലിംഗ് ആണ് നമ്മൾ നടത്തേണ്ടത്. ആ ഇമോഷണൽ സെല്ലിംഗ് നടത്താനുള്ള വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഈ കമ്പനി നൽകുന്നത് എന്ന് അവരോട് പറയുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്ട് വളരെ ഡിഫറെന്റ് ആണ്. ഇതാണ് 5ാമത്തെ ഭാഗം. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ആഡ് ഓൺ ഇൻകത്തിന്റെ ഓപ്പർച്യൂണിറ്റി ഞാൻ എന്തുകൊണ്ട് ഏറ്റെടുത്തു, നിങ്ങൾ എന്തുകൊണ്ട് ഏറ്റെടുക്കണം? ഡയറക്റ്റ് സെല്ലിംഗ് പുതിയ കാലത്ത് ബിസിനസിന്റെ ഏറ്റവും മനോഹരമായ മോഡാണ് എന്ന് പബ്ലിക് കമ്മ്യൂണിറ്റിയും നെറ്റ്വർക്കേഴ്സും ഗവൺമെന്റും ഫീൽ ചെയ്ത് ബോധ്യപ്പെട്ട ഒരു സമയത്താണ് ഞങ്ങൾ ഇത്തരം ഒരു പ്രോജക്റ്റുമായി മുന്നോട്ട് വരുന്നത്. 3ാമത്തേത്, ഞങ്ങൾ ചെയ്യുന്നത് ഫണ്ടിങ്ങോ ക്രിപ്റ്റോയോ പ്രൊഡക്റ്റോ അല്ല, പൂർണ്ണമായ സർവീസ് ഓറിയന്റഡ് ആയ ബിസിനസ് ആണ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ ബിസിനസ് എഡ്യൂക്കേഷൻ രംഗത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ലെവൽ ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ 100% ആണ്. ആരുടെ മുമ്പിലും, എത്ര ഹൈ പ്രൊഫഷണൽ ആളുകളുടെ മുമ്പിലും, ഏത് സാധാരണക്കാരന്റെ മുമ്പിലും, ഏത് വീട്ടിലും, ഏത് ഓഫീസിലും, ഏത് പ്രൊഫഷണൽസിന്റെ മുൻപിലും നിങ്ങൾക്ക് പോയി അവതരിപ്പിക്കാവുന്ന, അവർക്കൊക്കെ റിജക്ട് ചെയ്യില്ല. 5ാമത്തേത്, ഇമോഷണലി നമുക്ക് സെല്ല് ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആണ്. നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾ ഇത്തരം ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കൊടുക്കുന്നതിലൂടെ അവരുടെ ലൈഫിലേക്ക്, എന്താ ലൈഫിലേക്ക് എന്ന് പറയാൻ കാരണം, 10ാം ക്ലാസ്സിൽ മാത്സിൽ അവർക്ക് ഒരു പക്ഷേ ഈ കോഴ്സ് കൊണ്ട് 1 ഇയർ ഉപയോഗിച്ചാൽ കിട്ടുന്നത് 3 മാർക്കാണ് എങ്കിൽ ആ 3 മാർക്ക് വെറും 3 മാർക്കല്ല. അവരുടെ ലൈഫിൽ അവർക്ക് ഉദ്ദേശിച്ച ഹയർ സെക്കൻഡറി ഓപ്ഷൻ കിട്ടാനും അതിലൂടെ അവരുദ്ദേശിച്ച കരിയറിലേക്ക് എത്തുവാനും ഈ 3 മാർക്ക് പലപ്പോഴും മാനദണ്ഡമാകും എന്നതാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ട ഇമോഷണൽ സെല്ലിംഗ്. ക്ലിയർ ആണല്ലോ? ഇതാണ് ആദ്യത്തെ 5 പോയിന്റ്. 6ാമത്തെ പോയിന്റ് പ്രൊഡക്റ്റ് അവയർനെസ് ആണ്. എന്താണ് ഞങ്ങളുടെ 8 പ്രോഡക്റ്റുകൾ? എഡ്യൂക്കേഷൻ ആണ്, ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആണ് ഞങ്ങളുടെ 8 പ്രോഡക്റ്റുകൾ. എന്താണ് ആ 8 പ്രോഡക്റ്റുകൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ അവിടെ കസ്റ്റമർ സൈഡ് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട ചില പോയിന്റ്സുകൾ ഇവിടെ സംസാരിക്കണം. സ്കൂളിംഗ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് കുട്ടിയുടെ 9 to 4 ആയിരുന്നു. അത് കഴിഞ്ഞാൽ സ്കൂളിംഗ് അവസാനിച്ചു. ആ സമയത്തെ പഠനാനുഭവമുള്ള കുട്ടികളുടെ ജീവിതത്തിൽ. എന്നാൽ ഇന്ന് കുട്ടികൾ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷനിലാണുള്ളത്. അറ്റൻഷൻ ആണ് കുട്ടികൾക്കില്ലാത്തത്. അറ്റൻഷൻ പലപ്പോഴും കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. അതാണ് ഇന്ന് ക്ലാസ് റൂമുകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസ്. എന്തുകൊണ്ട്? പഴയ കാലത്ത് 20 മിനിറ്റ്സ് ആയിരുന്നു അറ്റൻഷൻ, നമ്മൾ അറ്റൻഷൻ സ്പാൻ പറയാറുള്ളത്. ഇന്നത് 7 seconds ആണ്. അതുകൊണ്ട് തന്നെ 40 മിനിറ്റിന്റെ ക്ലാസ്, ആ 40 മിനിറ്റോ 1 അവറോ അറ്റൻഷനോട് കൂടി ഇരിക്കാൻ ഒരിക്കലും ഒരു കുട്ടിക്ക് സാധ്യമല്ല. പുതിയ തലമുറ അങ്ങനെയാണ്, നമുക്കതറിയാം. ആ അറ്റൻഷൻ ഇല്ലാത്ത ഒരു കുട്ടിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ക്ലാസിന്റെ വെറും 20% മാത്രമേ കിട്ടൂ. അത് ട്യൂഷൻ നിന്ന് അവർക്ക് പരിഹരിക്കാൻ കഴിയില്ല. അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും? 24 മണിക്കൂർ സ്കൂളും ട്യൂഷനും, ഇവിടെതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഏരിയ. സ്കൂളും ട്യൂഷനും ഒരിക്കലും കുട്ടിയുടെ പ്രിഫറബിൾ ടൈം അല്ല ചൂസ് ചെയ്യുന്നത്. ഐ റിപ്പീറ്റ്, സ്കൂളും ട്യൂഷനും ഒരിക്കലും ഒരു കുട്ടിയുടെ പ്രിഫറബിൾ സമയമല്ല ചൂസ് ചെയ്യുന്നത്. ഒരു ആപ്ലിക്കേഷൻ കുട്ടിയാണ് നിശ്ചയിക്കുന്നത്. ഞാൻ ഏതു സമയത്ത് പഠിക്കണം, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടൈം ഏതാണ്. ഇന്നലെ രാത്രി ഞാനൊരു വർക്ക് ചെയ്യണമെന്ന് കരുതി ലാപ്പ് ഓപ്പൺ ആക്കി, പക്ഷെ എനിക്ക് മനസ്സ് വന്നില്ല. നോമ്പ് കഴിഞ്ഞ് നോമ്പ് തുറന്ന് പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോ അതിനുള്ള ഒരു മൂഡ് എനിക്കുണ്ടായില്ല. ഞാൻ പോയി കിടന്നുറങ്ങി. ഇപ്പൊ ഞാനിത് കഴിഞ്ഞിട്ട് അത് ചെയ്യണമെന്ന് കരുതുന്നു. ഞാനത് പറയാൻ കാരണം എന്താ? അവിടെ ആപ്ലിക്കേഷനിലൂടെ കുട്ടി എഡ്യൂക്കേഷൻ കൈകാര്യം ചെയ്യുമ്പോൾ, പഠിക്കുമ്പോൾ അവിടെ പ്രിഫർ ചെയ്യുന്നത് കുട്ടിയുടെ ഏറ്റവും അറ്റൻഷൻ പീരീഡ് ആണ് ഇവിടെ പ്രിഫർ ചെയ്യുന്നത്. അതൊരിക്കലും ഒരു സ്കൂളിനോ ഒരു ട്യൂഷനോ നൽകാൻ കഴിയുന്നതല്ല. ഇത് നമ്മൾ പറയുകയല്ല, അവരോട് പറയിപ്പിക്കുകയാണ് വേണ്ടത്. ഒരു സ്കൂളിൽ പോയ കുട്ടിക്ക് എപ്പോഴെങ്കിലും ആ കുട്ടിയുടെ താല്പര്യം അനുസരിച്ചൊരു ക്ലാസ് കേൾക്കാൻ കഴിയോ? ഇല്ല. ആ പീരീഡ് എപ്പോഴാണോ അലോട്ട് ചെയ്യുന്നത് ആ സമയത്ത് കേൾക്കാൻ മാത്രമേ കഴിയൂ. എന്നാൽ ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്തിട്ട് കുട്ടിക്ക് തോന്നുകയാണ് എനിക്കിത് എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്ന ഏതു സമയവും അവർക്കത് പഠിക്കാനുള്ള അവസരം ലഭ്യമാകുന്നു.
ഇത് നമ്മൾ പറയുകയല്ല, അവരെ കൊണ്ട് ചോദ്യത്തിന് തലയാട്ടി ഉത്തരം പറയിപ്പിച്ചാൽ അതൊരു ബ്രെയിനിലെ ഒരു സപ്പോർട്ടിംഗ് ആണ്. അവരുടെ ബ്രെയിൻ തന്നെ പറയണം, "ആ, ശരിയാണ് കേട്ടോ, ഇത് പറഞ്ഞത് കറക്റ്റ് ആണ്." അവരുടെ മുൻപിലെ റിജക്ഷനുകൾ ഔട്ടായി പോവാനും ഓരോ മഞ്ഞ് മലകൾ ഉരുകിപ്പോവാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത്തരം പോയിന്റ്സുകളാണ്. നമ്മൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ 100%, 200% റിജക്ഷനിൽ നമ്മൾ ചെന്നത് കൊണ്ട്, ചിലപ്പോ നമ്മളോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട്, നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയവരുടെ കമ്മിറ്റ്മെന്റ് കൊണ്ട് അവർ ഇരിക്കാൻ തീരുമാനിച്ചതായിരിക്കും. ഏതായാലും നിങ്ങൾ പറയും, എനിക്ക് പെട്ടെന്നൊരു വഴിക്ക് പോകാനുണ്ട്, എവിടെയും പോകണ്ടാവില്ല, എന്നാലും അതാ പറയാം. കാരണം എന്താ, പെട്ടെന്ന് ഈ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അങ്ങനെ പറഞ്ഞയാള് എത്രയോ സമയം ആ ഡിസ്കഷൻ എക്സ്പാൻഡ് ചെയ്തു പോകും. കാരണം എന്താ, നമ്മളവിടെ സംസാരിച്ചതിൽ ഏതോ ചില പോയിന്റ്സുകൾ അയാളുടെ മനസ്സിൽ ഹുക്ക് ചെയ്തു എന്നതാണ്. ഹുക്ക് ചെയ്യാൻ നമുക്ക് ചിലത് ബാക്കിയുണ്ടാവണം. ചിലപ്പോൾ അയാൾ ലൈഫില് സയൻസ് ആഗ്രഹിച്ചിരുന്നു, മാത്സ് പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അത് സാധ്യമായില്ല എന്ന പെയിൻ അയാളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ചിലപ്പോ ഒരു കുഞ്ഞ് ഓൾറെഡി ബികോമിനോ ഏതിനോ പഠിക്കുന്നുണ്ടാവും, അവനെ എൻട്രൻസിനോ സയൻസിനോ എഞ്ചിനീയറിങ്ങിനോ വിടണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ 10th-ന്റെയോ +2-ന്റെയോ മാർക്ക് അതിന് പര്യാപ്തമല്ലാത്ത പെയിൻ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോഴാണ് രണ്ടാമത്തെ കുട്ടി എന്ത് ചെയ്യുന്നത്, 8-ലോ 9-ലോ 10-ലോ പഠിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത്. നമ്മളിത് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോ ബികോമിന് കയറിയ പയ്യന്റെ വിഷയമായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവുക. ക്ലിയർ ആണല്ലോ? അവിടെ നമ്മൾ ഇതിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അവിടെ പ്രൊഡക്റ്റ് അവയർനെസ് കൃത്യമായി കൊടുക്കുക. എന്തൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റ്? പലരും ഒരാളുടെ അടുക്കൽ പോയിട്ട് മുഴുവൻ പ്ലാനും പറയും. ആദ്യത്തെ ഇൻകം ഇങ്ങനെ 3 സ്റ്റാർ, 5 സ്റ്റാർ, 7 സ്റ്റാർ, 11 സ്റ്റാർ, ജനറേഷന്, ഇത് മുഴുവൻ പറയുമ്പോൾ അയാൾക്ക് ഇത് മുഴുവൻ കേട്ട് ആകെ കൺഫ്യൂഷൻ ആവും. സത്യത്തിൽ ഇപ്പൊ എന്തിനാണ് ഇവൻ വന്നത്? ആ വ്യക്തിയുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ അവരുടെ മുമ്പിൽ പ്രസന്റേഷൻ കൊടുക്കാം. റാങ്കിന്റെ ഓരോ ഫീച്ചേഴ്സ് ഒന്നും അതൊരു നെറ്റ്വർക്കർ ആണ് എങ്കിൽ ഇറ്റ്സ് ഓക്കെ, അദ്ദേഹം അതിന്റെ ലാസ്റ്റ് ഓപ്ഷൻ വരെ നോക്കും. ആദ്യം ചോദിക്കുന്നത് അറിയോ, ഇപ്പൊ ഏറ്റവും ടോപ്പ് റാങ്കിൽ എത്തിയത് ഏത് റാങ്കിലാണുള്ളത്, എത്ര പേരുണ്ട്? ഞാൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ ചെയ്താലും ഇല്ലെങ്കിലും എനിക്കിതിന്റെ ഫുൾ സ്വിങ്ങിൽ എന്നാണ് എത്താൻ പറ്റുക എന്നായിരിക്കും അയാളുടെ ചിന്തയിൽ ഒരുപക്ഷെ ഉണ്ടാവുക. അത്തരം ആളുകളോട് നമ്മൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വിശദീകരിക്കാം എന്നല്ലാതെ, അല്ലാത്തവരോട് ഏറ്റവും മിനിമം ലെവൽ പറയേണ്ടവരുണ്ടാവാം, ഒരു മിഡിൽ ലെവൽ പറയേണ്ടവരുണ്ടാവാം. ആ രീതിയിൽ അവരെ അറിയുക എന്നതാണ് നമ്മൾ ഇതിന്റെ പ്രസന്റേഷൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പാത്രം അറിഞ്ഞിട്ട് വിളമ്പാവൂ എന്നത് വളരെ വലിയ യാഥാർത്ഥ്യമാണ്. അവരുടെ റേഞ്ചും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ലെവലും അനുസരിച്ചിട്ടേ നമ്മൾ സംസാരിക്കാവൂ. ഏഴാമത്തെ കാര്യം പ്രൊഡക്റ്റ് അവയർനെസ് ആണ്. ഓരോ കോഴ്സിനെ കുറിച്ച് നമ്മൾ ഓപ്പൺ ചെയ്ത് കൃത്യമായി നമുക്കത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയണം. ഏറ്റവും മിനിമം 1-2 മൊഡ്യൂളുകളെങ്കിലും അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അതാണ് പ്രൊഡക്റ്റ് അവയർനെസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെയാണ് കോഴ്സുകൾ? ആ കോഴ്സുകളുടെ പേരുകൾ ഈസി ആയിട്ട് നമുക്ക് ഓർക്കു വെക്കാൻ. ഏറ്റവും സിമ്പിൾ നമ്മുടെ USP എന്ന് പറയുന്നത് മാട്രിക്സ് ആണ്. രണ്ടാമത്തേത് താഴെന്ന് മേലോട്ട് തുടങ്ങുക. 1 മാട്രിക്സ്, 2 3 ടൈപ്പ് 10th, സ്റ്റേറ്റിലെ മലയാളം, സ്റ്റേറ്റിലെ ഇംഗ്ലീഷ്, CBSE-യിലെ 10th. ക്ലിയർ? 10th-ന്റെ 3 സ്റ്റാൻഡേർഡ്, 4 പ്രോഡക്റ്റ് ആയി. നെക്സ്റ്റ് +1 +2 സയൻസ്, 6 പ്രോഡക്റ്റ് ആയി. അത് കഴിഞ്ഞ് +1 +2 കഴിഞ്ഞ ആളുകൾക്കുള്ളത് 1 മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെത്, നീറ്റ്, 2 എഞ്ചിനീയറിംഗിന്റെ മെഡിക്കലിൻ്റെത് നീറ്റ്, എഞ്ചിനീയറിംഗിന്റെ JEE. ഈ 8 പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാത്തിന്റെയും പ്രൈസ് 5000 + GST ആണ്. ഇപ്പൊ നമ്മൾ ഇയർ എൻഡിൽ മാട്രിക്സിന്റെ സ്പെഷ്യൽ ഓഫറിൽ 4000 + GST ഈ മാസം കൂടി നമ്മൾ കൊടുക്കുന്നു. ഏപ്രിൽ 1 മുതൽ അതിന്റെ പ്രൈസ് 5000 ആണ്. പ്രോസ്പെക്റ്റിംഗ് ചെയ്തവരോട് പറയാൻ മറക്കാതിരിക്കുക. ഇനി പ്രോസ്പെക്റ്റിംഗ് ചെയ്യുന്നവരോട് പ്രത്യേകം റിമൈൻഡ് ചെയ്യുക, ഈ മാർച്ച് 31-നുള്ളിൽ ചെയ്താൽ 4000 + GST, ഏപ്രിൽ 1 മുതൽ 5000 + GST ആണ് എന്നത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യുക. അവരെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇമോഷണൽ സെല്ലിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ടൈം ആൻഡ് സ്ട്രാറ്റജി എന്നുള്ളത്. എന്താ ടൈം ആൻഡ് സ്ട്രാറ്റജി? നിങ്ങൾ ആമസോണിൽ ഒരു പരസ്യം കണ്ട് ക്ലിക്ക് ചെയ്ത് പോയാൽ 20 മിനിറ്റിന്റെ റിവേഴ്സ് അലാറം നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. 20 മിനിറ്റിന്റെ റിവേഴ്സ് അലാറം നമുക്ക് കാണും. 20 മിനിറ്റ് കഴിഞ്ഞ് അത് കിട്ടൂല എന്ന് ബോധ്യം ഉണ്ടാവുന്നിടത്താണ് പെട്ടെന്ന് അവനത് പർച്ചേസ് ചെയ്യാൻ നോക്കുക. എന്നാൽ നിങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് 20 മിനിറ്റ് കാണാം.
പക്ഷെ അത് ആദ്യം കാണുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചു കൊള്ളണം എന്നില്ല. അവിടെ ഒരു ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടിന്റെ ഫീലിങ്സ് എന്നാണ് ഇമോഷണലി നമ്മൾ അതിനെ സെല്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. നമുക്ക് ഇത് അതിന്റെ ഏറ്റവും നല്ല ഒരു ടൈമാണ്. 2 കാര്യം കൊണ്ട്, ഒന്ന് 1000 രൂപ ലാഭമാണ്. ഈ മാസം പർച്ചേസ് ചെയ്തവന് അടുത്തൊരു അക്കാദമിക് ഇയർ കൂടി കിട്ടും. ക്ലിയർ ആണല്ലോ? 7ാമത്തെ പോയിന്റ് പ്രൊഡക്റ്റ് അവയർനെസ് ആണ്. 8ാമത്തെ പോയിന്റ് കമ്പനി പ്രൊഫൈലിംഗ് ആണ്. യെസ്, പറഞ്ഞോളൂ. മൈക്ക് മ്യൂട്ട് ആണല്ലോ. ലാസ്റ്റ് പറയുന്നു വേണ്ട. 6ാമത്തെ പോയിന്റ് സാറ് പ്രൊഡക്റ്റ് അവയർനെസ് പറഞ്ഞിരുന്നു. ഇപ്പൊ 7ാമത്തത് അത് തന്നെയാണ് പറയുന്നത്. സോറി, 6ാമത്തെ പോയിന്റ് പ്രൊഡക്റ്റ് അവയർനെസ്, 7ാമത്തെ പോയിന്റ് കമ്പനി പ്രൊഫൈലിംഗ്. അതൊന്നും കൂടി നല്ലത് 6ാമത്തെ കമ്പനി പ്രൊഫൈലിംഗ് പറഞ്ഞിട്ട് പിന്നെ പ്രൊഡക്റ്റ് പറയുന്നതായിരിക്കും ഒന്നും കൂടി ഗുണകരം. അതിന്റെ ആ റൂട്ട് അതാണ് ഒന്നും കൂടി ഭംഗി. കമ്പനി പ്രൊഫൈലിംഗ് നേരെ പ്രൊഡക്റ്റ് അവയർനെസ്സിലേക്ക് പോവാം. ഓക്കെ, കമ്പനി പ്രൊഫൈലിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കണം എന്നില്ല. ഏറ്റവും ബ്രീഫായിട്ട് നമ്മുടെ കമ്പനി എവിടെ ബേസ് ചെയ്ത് നിൽക്കുന്നു, അതിന്റെ ഉദ്ദേശം ഇതാണ്. പല പ്രോജക്റ്റുകളും വരുന്നത് വിദേശത്തു നിന്നാണ്, ചിലത് വരുന്നത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് നിന്നാണ്. കേരള ബേസ്ഡ് ആണ് എന്ന് പറയുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. അതാണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇത് കേരള ബേസ്ഡ് ആണ് എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റ് അവിടെ നമ്മുടെ ചെയർമാൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷൻ എന്താ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതൊരു ട്രസ്റ്റ് വാല്യൂ ആണ്. എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ ഫോക്കസ് എന്ന ട്രസ്റ്റ് വാല്യൂ ആണ്. ഇതിന്റെ ടോപ്പ് ലെവലിലെ ആളുകളെയും എഡ്യൂക്കേഷൻ രംഗത്തുള്ള എക്സ്പെർട്ടൈസിനെയും ഒക്കെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, പ്രൊഫൈലിംഗ് ചെയ്യാം. അതാണ് 6-7 പോയിന്റ്സുകൾ. നിങ്ങളുടെ ഓഡിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ ന്യൂമറിക്കൽ ഓർഡർ ക്ലിയർ ചെയ്യാം. ദെൻ ദ 8th one is ഇൻകം പ്ലാൻ. 8ാമത്തതാണ് നമ്മളവിടെ ഇൻകം പ്ലാൻ പറയേണ്ടത്. അതും ഞാൻ പറഞ്ഞു, ആളുകളുടെ റേഞ്ച് നോക്കിയിട്ട് വേണം നമ്മൾ ഇൻകം പ്ലാൻ പറയാൻ. ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. പറഞ്ഞ നിങ്ങൾക്ക് എങ്ങനെ ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്ത് വരാം. 4000 പ്ലസ് GST ആണ്. ഒരു പ്രൊഡക്റ്റ് യൂസർ ആയിട്ട് വരാം. അതേ എമൗണ്ടിന് തന്നെ പല കമ്പനികളും പ്രൊഡക്റ്റ് യൂസിങ്ങിനും അതോടൊപ്പം നെറ്റ്വർക്കറിനും 2 ടാർജറ്റാണ്. നിങ്ങൾക്ക് അതിന്റെ പല കമ്പനിയുടെ പ്ലാൻ കേട്ടാൽ മനസ്സിലാവും. ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ ചെറിയൊരു എമൗണ്ടിന് വരാം, പക്ഷെ അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഒരു കമ്പനി ഉണ്ട്. ഒരേ പ്രോഡക്റ്റ്, അതും സർവീസ് പ്രോഡക്റ്റ്, കമ്പനി നമ്മളോട് പറയുന്നില്ല, അതും സർവീസ് പ്രോഡക്റ്റ്. ഒരേ പ്രോഡക്റ്റ് ഒരാൾ 3 തവണ, ഇപ്പൊ ഇവിടെ ഞാൻ എക്സാമ്പിൾ ചെയ്യാം. വണ്ടർ മാത്സ് തന്നെ നിങ്ങൾ 3 പീസ് പർച്ചേസ് ചെയ്താലേ നിങ്ങൾക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? വണ്ടർ മാത്സ് തന്നെ, സോറി, മാട്രിക്സ് തന്നെ നിങ്ങൾ 3 എണ്ണം വാങ്ങണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതൊരിക്കലും ജെന്യൂൻ അല്ല ആ ബിസിനസ്. വളരെ കറക്റ്റ് ആണ്. കാരണം ഒരു സർവീസ് പ്രോഡക്റ്റ് എന്തിനാണ് ഒരാൾ 3 എണ്ണം മേടിക്കുന്നത്? അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ബോധ്യപ്പെടുത്താം. നിങ്ങളുടെ ഏത് ലെവൽ ഇൻകവും നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ പറ്റും, നിങ്ങൾ ഈ 4000 പ്ലസ് GSTയുടെ ഒരു സിംഗിൾ പ്രോഡക്റ്റ് വാങ്ങിയാൽ. ക്ലിയർ ആണല്ലോ? അതാണ് നമ്മളവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇൻകം പ്ലാന്. ഫസ്റ്റ് നിങ്ങൾ ഇത് വാങ്ങുന്നു, നിങ്ങൾ 11 പേരെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് അസോസിയേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ കമ്പനിയുടെ ഫുൾ വേർഷനിലെ ഇൻകം നിങ്ങൾക്ക് ലഭ്യമാവാൻ നിങ്ങൾ എന്താവുന്നു, എലിജിബിൾ ആയി മാറുന്നു. അവിടുന്ന് അങ്ങോട്ട് ജനറേഷൻ 1, 2, 3, 4 4 ജനറേഷന്റെ ഇൻകം 100% കിട്ടാൻ നിങ്ങൾ എന്തു ചെയ്യണം, 50% കിട്ടാൻ എന്തു ചെയ്യണം തുടങ്ങി 4 ജനറേഷന്റെ ഇൻകം നിങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ദെൻ ലാസ്റ്റ് 9 പ്രിവിലേജ് റാങ്കുകൾ ഏതൊക്കെയാണ് അത് ബ്രീഫായിട്ട് അവതരിപ്പിക്കുന്നു. ക്ലിയർ ആണല്ലോ? നമ്മൾ ഏറ്റവും നല്ലത്, നമ്മൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന പൊസിഷൻ ഇതിൽ പ്രധാനമാണ്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന പൊസിഷനിൽ നിന്നാണ് നമ്മളുടെ കോൺഫിഡൻസ് വരുന്നത്. ഞങ്ങളുടെ കമ്പനിയിൽ ഇന്ന മാർക്കറ്റിംഗ് മാനേജർ ഉണ്ട്, ഇത്ര ആളുകൾ, എന്റെ അപ്ലൈ മാർക്കറ്റിംഗ് മാനേജർ ആണ് എന്ന് പറയുന്നതിനേക്കാൾ കോൺഫിഡൻസ് കിട്ടുക ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്ന റാങ്കിലാണ് എന്ന് പറയുന്നതിനാണ്. അവിടെയാണ് നമ്മുടെ ഫോക്കസ് ഉണ്ടാവേണ്ടത്. നമ്മൾ എത്രയും പെട്ടെന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ആരൊക്കെയാണോ 11 സ്റ്റാർ ആവാത്തത്, ആ 11 സ്റ്റാർ ആവാത്തവർ മാർച്ച് 31 അത് നമ്മുടെ ടാർഗറ്റ് ആക്കി നമ്മൾ ഏറ്റെടുക്കുക. ഏതാണോ ഇപ്പൊ ഉള്ള റാങ്ക് അതിന്റെ തൊട്ടടുത്ത റാങ്ക്, ആ റാങ്കിന് ഞാൻ ഈ മാസം 31 മുമ്പിൽ എലിജിബിൾ ആവും എങ്കിൽ ഞാൻ ചെയ്യേണ്ടത് 4 പേരെ, എന്റെ താഴെയുള്ള 4 പേരെ ഞാൻ ഇപ്പോൾ ഉള്ള റാങ്കിലേക്ക് കൊണ്ടുവരലാണ്. ആ 4 പേരെ കൊണ്ടുവരാൻ ഞാൻ ടാർഗറ്റ് ചെയ്യേണ്ട 4 വ്യക്തികൾ ആരാണ്, അവരെയാണ് ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫോക്കസ്ഡ് ആയാലാണ് നമുക്ക് കോൺഫിഡൻസോടുകൂടി
ഒരാളുടെ മുമ്പിൽ ഇത് പ്രോസ്പെക്ടിങ് നടത്താൻ സാധ്യമാകുന്നത്. Then the 9th one, what is our USP? ഞങ്ങളുടെ USP എന്താണ്? നമുക്ക് പ്രൊഡക്റ്റിൽ USP ഉണ്ട്, നമ്മുടെ ഇൻഡസ്ട്രിയിൽ USP ഉണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ ട്രെയിനിങ് സിസ്റ്റത്തിൽ USP ഉണ്ട്, അതോടൊപ്പം നമ്മുടെ ഇൻകം പ്ലാനിനും USP ഉണ്ട്. ഉണ്ടോ? ഐ റിപ്പീറ്റ്, ഒരാൾ ഇതിൽ ജോയിൻ ചെയ്താൽ അയാളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഉയരുക എന്നതല്ല. അവർക്ക് ഒരു ന്യൂ ജോയിൻസിന് നമ്മൾ 4 ടൈപ്പ് ഓഫ് ട്രെയിനിങ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വരുന്ന ആളുകൾ അത്തരം പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കും. പുതുതായി ജോയിൻ ചെയ്ത ഒരാൾക്ക് നല്ല ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കറായി മാറാൻ പറ്റുന്ന 4 ടൈപ്പ് ഓഫ് ട്രെയിനിങ്ങുകൾ നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അത് നമ്മുടെ ഒരു ടീമിൽ വരുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല പ്രിവിലേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. രണ്ടാമത്തത്, നമ്മൾ സെലക്ട് ചെയ്ത ഇൻഡസ്ട്രി എഡ്യൂക്കേഷൻ ആണ്. അതുകൊണ്ട് ഏതൊരാളുടെ മുമ്പിലും കോൺഫിഡൻസോടുകൂടി അവതരിപ്പിക്കാവുന്ന വിഷയമാണിത് എന്നതാണ് രണ്ടാമത്തെ USP. മൂന്നാമത്തെ, നമ്മുടെ പ്രൊഡക്റ്റുകളുടെ USP ആണ്. മറ്റൊരാൾക്കും ഇത്ര പ്രൈസിന് ഇത്ര ക്വാളിറ്റിയുള്ള, ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഓഫ്ലൈൻ ഇവന്റ് ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. കേരള മാർക്കറ്റിൽ അവൈലബിൾ ആയ ഏതു ടീമുകളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ, 10th ആവട്ടെ, +1 ആവട്ടെ, എൻട്രൻസ് ആവട്ടെ, CBSE ആവട്ടെ, അവരൊക്കെ 20 to 25, 26 ഏജ് കാറ്റഗറിയിലുള്ള ഏറ്റവും സാധാരണഗതിയിലെ കോച്ചിങ് സെന്ററുകളുടെ ഫാക്കൽറ്റികൾ മാത്രമാണ്. നമ്മുടെ +1, +2 എൻട്രൻസ് കോച്ചിങ്ങിലെ ഫാക്കൽറ്റികൾ, കേരള ഗവൺമെന്റിലെ ഫാക്കൽറ്റികൾ മാത്രമാണ് നമ്മുടെ +1, +2 എൻട്രൻസ് മൊഡ്യൂളുകളുടെ ഫാക്കൽറ്റികൾ. ഇത്തരം ഒരു മൊഡ്യൂൾ വെച്ച് പ്രോഗ്രാം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമും സൗത്ത് ഇന്ത്യയിൽ അറ്റ് പ്രസന്റ് ഇല്ല എന്നതാണ് വസ്തുത. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഫാക്കൽറ്റി USP, അതിന്റെ ക്വാളിറ്റി USP, അതിന്റെ അനിമേഷൻ USP, അതിന്റെ കണ്ടന്റിലെ വർത്ത് USP. നിങ്ങള് ബൈജൂസ് വാങ്ങിയ ഏതെങ്കിലും കുട്ടികളുടെ ആപ്പിനകത്ത് ഉണ്ട് എന്ന് നിങ്ങൾക്ക് നോക്കാം. വെറും 56 വീഡിയോസ് ആണ് 8ാം ക്ലാസ്സിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. 70 വീഡിയോസ് ആണ് അവർ 10th പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല, പ്രൊവൈഡ് ചെയ്തിരുന്നത്. നമ്മുടേത് അത്രയും കൂടുതൽ 100ലധികം പവർ വാല്യൂ തന്നെയുള്ള അത്രയും റിച്ച് കണ്ടന്റുകളുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഓരോ കുട്ടിക്കും നൽകുന്നത്. കാരണം മാത്സ് ആവശ്യമുള്ള ഒരു കുട്ടിക്ക് ഫിസിക്സ് ആവശ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഫിസിക്സും കെമിസ്ട്രിയും ആവശ്യമുള്ളവന് മറ്റൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മറ്റുള്ള പ്ലാറ്റ്ഫോമുകൾ കയറി നോക്കുമ്പോൾ വളരെ കുറഞ്ഞ വീഡിയോസുകളാണ് അവൈലബിൾ എങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഒരു കുട്ടി, ചില രക്ഷിതാക്കൾ ചോദിക്കും, അതിനകത്ത് ഇംഗ്ലീഷ് ഉണ്ടോ, അതിനകത്ത് കെമിസ്ട്രി ഉണ്ടോ, അതിനകത്ത് ഹിന്ദി ഉണ്ടോ എന്ന്. കാരണം എന്താ, അവർക്ക് ആ 2 പ്രോഡക്റ്റ് മാത്രമേ അവരുടെ കേസിൽ ആവശ്യമുള്ളൂ. ഒരു കുട്ടിയും ഇത് മുഴുവനായിട്ടും ഒരേപോലെ കാണില്ല. അവരുടെ റിക്വയർമെന്റ് എന്താണോ അത് അവരുടെ റിക്വയർഡ് ടൈമിൽ കാണാൻ പറ്റുന്നു എന്നത് കൂടി നമ്മുടെ USP ആണ്. ദെൻ ദ ലാസ്റ്റ് വൺ, നമ്മുടെ പ്രസന്റേഷൻ അവിടെ അവസാനിച്ചു. അവസാനത്തേത്, ഇതൊരു അവസരമാണ്. ഇതിനു മുൻപും ഒരുപക്ഷെ നല്ല ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടി വന്നിട്ടുണ്ടായിരിക്കാം. പിന്നീട് നിങ്ങൾ ആ പ്രസന്റേഷനുമായി വന്നയാളുകളെ 1 ഇയറിന് ശേഷം ഇവാലുവേറ്റ് ചെയ്തപ്പോൾ, ഓ അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പിന്നീട് തോന്നിയ പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. ചോയ്സ് ഈസ് യുവേഴ്സ്. ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. അവിടെ ചില ക്ലോസിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ 10ാമതായി നമ്മൾ പറയേണ്ടത്. നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചൊന്നുമല്ല, ക്ലോസിംഗ് സ്ട്രാറ്റജി കമന്റുകൾ നമ്മൾ പറയാം. ഞാനിത് ഏറ്റെടുത്തത് ആലോചിച്ചിട്ടാണ്. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഏറ്റെടുത്തു? ഇത് ആളുകൾക്ക് ആവശ്യമുള്ളതാണോ? ഇതെനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്നതാണോ? ഇത് ആളുകൾക്ക് അഫോർഡബിൾ ആണോ? ഇതുകൊണ്ട് അവർക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇത് അവർക്ക് ഒരിക്കലും ലോസ് ആകുമോ? ഇല്ല എന്ന് ബോധ്യമുണ്ട്. കാരണം തന്റെ കുട്ടിക്ക് 1 വർഷം ഇത് ഉപയോഗിക്കാനുള്ള അവസരമുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ്. മാട്രിക്സ് ആണെങ്കിൽ 10 years ഉപയോഗിക്കാനുള്ള അവസരമുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഞാനിത് തയ്യാറാക്കിയത്, ഞാനിത് ഏറ്റെടുത്തത്. അതുകൊണ്ട് ചോയ്സ് ഈസ് യുവേഴ്സ്. ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ ഒരിക്കലും പറയുന്നില്ല, ഞാൻ ഏറ്റെടുത്ത് നിങ്ങളുടെ അടുക്കലേക്ക് വരാനുള്ള കാരണം, അവിടെ നമ്മൾ പോയ ക്ലയന്റുമായിട്ടുള്ള ബന്ധം നമ്മൾ അവരുടെ തൊട്ട് നമ്മളോട് ചേർത്ത് വെക്കുന്നതാണെങ്കിൽ അങ്ങനെയുള്ള പല കാരണങ്ങളും നമുക്ക് അവിടെ എന്ത് ചെയ്യാം, അവിടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള രീതിയിൽ ഏതു കാര്യവും നമുക്ക് സംസാരിക്കാം. എനിവേ, ഇതാണ് ഒരു പ്രൊമോട്ടറിനോട് നമ്മൾ പറയേണ്ട ഏറ്റവും പ്രധാനമായ 10 കാര്യങ്ങൾ. ഒരു കസ്റ്റമറോട് പറയേണ്ട 8 കാര്യങ്ങൾ വരുന്ന ദിവസം നമുക്ക് സംസാരിക്കാം. ഒരു പ്രൊമോട്ടറോട് ഈ 10 കാര്യങ്ങൾ പറ്റുകയാണെങ്കിൽ ഇതേ ഓർഡറിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും ഭംഗിയായി, ആ സമയത്ത് അവർ ക്ലോസ് ആയില്ല എങ്കിലും
അവരുടെ ഉള്ളിൽ ഒരു ചിന്ത ഇട്ടുകൊടുക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കും. അവരെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ജോയിൻ ചെയ്യുകയല്ലേ, ഗൂഗിൾ പേയുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് ഇട്ട് കൊടുത്തിട്ടല്ല, കമ്പനിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇട്ട് കൊടുത്തിട്ടല്ല, മറിച്ച് അവർക്ക് ജോയിൻ ആവാനുള്ള വ്യത്യസ്തമായ ചിന്തകളാണ് നമ്മൾ അവർക്ക് നമ്മുടെ വീഡിയോസുകളിലൂടെ ഫ്ലയറുകളിലൂടെ ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്പോട്ടിൽ തന്നെ ആപ്പിന്റെ ലിങ്ക് ഇട്ട് കൊടുക്കുന്നു, അവരുടെ മൊബൈൽ ഡൗൺലോഡ് ആക്കുന്നു, അവരുടെ മൊബൈലിൽ നിന്ന് ഒരു വീഡിയോ കാണാനുള്ള ഫീച്ചർ എങ്ങനെ എന്ന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴേ നമ്മൾ പോന്നാലും ചിലപ്പോൾ ആദ്യം നടക്കുന്ന, വീട്ടിലാണ് പോയതെങ്കിൽ ആദ്യം നടക്കുന്ന ഡിസ്കഷൻ ആരായിരുന്നത്, കുറെ നേരം ഇരുന്ന് സംസാരിച്ചല്ലോ, ചോദിക്കുന്നത് ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യ ആയിരിക്കാം, പാർട്ണർ ആയിരിക്കാം, അപ്പം മക്കളായിരിക്കാം. ഇത് കുട്ടികൾക്കുള്ള ഒരു എഡ്യൂക്കേഷൻ ആപ്പാണ് എന്ന ഒരു പ്രസന്റേഷൻ അവിടെ പറയണമെന്നുണ്ട് എങ്കിൽ അവരുടെ മൊബൈലിനകത്ത് ഈ വീഡിയോ കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവണം. അതല്ല എങ്കിൽ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കും, എന്തായിരുന്നു ഇപ്പൊ ആ കമ്പനിന്റെ പേര്, അതിന് അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടാവില്ല, അതോടെ അവിടെ അവസാനിച്ചു. അതുകൊണ്ട് അവർക്ക് സംതിങ്, നേരത്തെ നമ്മൾ റിട്ടേൺ ആയ ഫിസിക്കലായ മെറ്റീരിയലുകൾ ബ്രോഷറൊക്കെ കൊടുത്തിരുന്നു, അതിന് പകരം ഏറ്റവും സിമ്പിളായി ഇത് കാണാവുന്ന, ബോധ്യപ്പെടുത്താവുന്ന ആപ്ലിക്കേഷൻ ഹാൻഡ് ഓവർ ചെയ്തിട്ട് വേണം നമുക്ക് വരാൻ. മടങ്ങാൻ സമയമേറെ വൈകി. താങ്ക് യു ഓൾ.